ദാ ഈ കാണുന്ന ചെമ്പരത്തി പൂവ് എങ്ങനെ ഈസി ആയിട്ട് വരയ്ക്കണേ നോക്കിയാലോ. ആദ്യം തന്നെ ദാ ഇതേപോലെ ഒരു ഓവൽ ഷേപ്പ് വരച്ചു കൊടുക്കുക. അതിന്റെ സെന്റർ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു കർവ്ഡ് ലൈനും കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇതേപോലെ കുറച്ച് കർവ്ഡ് ലൈൻസും കൂടി വരച്ചു കൊടുക്കുക. എന്നിട്ട് ഓരോ കർവ്ഡ് ലൈൻസും പെറ്റൽ ഷേപ്പിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ചൊന്ന് പോസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വരയ്ക്കേണ്ടെന്ന് ഒരു ഐഡിയ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം വരച്ച ഓവൽ ഷേപ്പിനുള്ളിലായിരിക്കണം പെറ്റൽസ് വരയ്ക്കേണ്ടത്. ആ പെറ്റൽസ് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഓവൽ ഷേപ്പ് വരച്ചു കൊടുത്തത് തന്നെ. അതിനുശേഷം അടിയിൽക്ക് സ്റ്റെമ്മും ലീവ്സും വരച്ചു കൊടുക്കുക. ദെൻ ബ്ലാക്ക് പെൻ വെച്ചിട്ട് ഔട്ട്ലൈനും കൂടി വരച്ചു കൊടുക്കുക. പിന്നെ പെൻസിൽ മാർക്സ് ഒക്കെ ഇറേസ് ചെയ്ത് കളയാം. ദെൻ ഒരു റെഡ് കളർ പെൻസിൽ എടുക്കുക, എന്നിട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഞാൻ വാട്ടർ കളർ പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. വാട്ടർ കളർ പെൻസിലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. ആദ്യം കളർ പെൻസിൽ വെച്ചിട്ട് ഇതേപോലെ കളർ ചെയ്തിട്ട് ഒരു പെയിന്റിംഗ് ബ്രഷ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി ഇതേപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളർ സ്പ്രെഡ് ആവുന്ന കാണാൻ പറ്റും. അതായത് ഒരു വാട്ടർ കളർ ഉപയോഗിക്കുന്ന റിസൾട്ട് തന്നെ നമുക്ക് കിട്ടും. ദെൻ ലീവ്സും സ്റ്റെമ്മും കൂടി കളർ ചെയ്ത് കൊടുക്കുക. ദാ ഇത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ഒരു ചെമ്പരത്തിപ്പൂവ് ഈസി ആയിട്ട് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ് വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബൈ.